ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പുഡിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ സേമിയ ചേർത്ത് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരുന്നത് റോസ്റ്റഡ് സേമിയ ആണ്, എന്നാലും കുറച്ചുകൂടി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് എല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന പഞ്ചസാര, നമ്മൾ 1/4 കപ്പ് എടുത്തതിൽ നിന്ന് നമ്മൾ സേമിയയ്ക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച പിസ്തയും നട്ട്സ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തത് ബദാമും പിസ്തയുമാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് അല്പം പറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി കുറച്ച് പാലിൽ മിക്സ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അല്പനേരം വന്ന് ഈ കോൺഫ്ലവറും നമ്മുടെ കസ്റ്റേർഡ് പൗഡറും ഒക്കെ ഒന്ന് വേകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറുകിയതിന് ശേഷം നമുക്കിതല്പം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മളിത് ആ ട്രേയിൽ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയിൽ കുറച്ച് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് അമക്കി ഇതിലേക്ക് കൊടുക്കാം. എല്ലാം ഒന്ന് അമക്കി വെച്ചതിന് ശേഷം ഇതിന് പുറത്തേക്ക് നമ്മൾ ആ തണുത്ത നമ്മുടെ കസ്റ്റേർഡിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയിലെ ബാക്കി ഭാഗം നമുക്കിഷ്ടമുള്ള പോലെ ഇതിൻ്റെ പുറത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ ബദാമും പിസ്തയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷം നല്ലതായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പറയണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.